ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സൂപ്പർ വുമൺ 369 ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു വഴുതനങ്ങ കൊണ്ടുള്ളൊരു കറിയാണ്. ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ കൂട്ടാൻ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് ക്യൂബ്സായിട്ട് മുറിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെച്ചു. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പും മഞ്ഞളും ചേർത്ത ഈ വെള്ളത്തിലേക്ക് വഴുതനങ്ങ അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ കറ പൂർണ്ണമായിട്ട് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇതിനകത്തിൽ ഞാൻ ഉപ്പും മഞ്ഞളും ചേർത്തത്. പിന്നെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 2 സവാള, 2 തക്കാളി, 1 പച്ചമുളകാണ്. ഇനി ഈ വഴുതനങ്ങ രണ്ടും കട്ട് ചെയ്യുകയാണ്. ഞാൻ 2ആയിട്ട് മുറിച്ച് അത് 4ആയിട്ട് മുറിച്ചതിന് ശേഷം ചെറിയ ചെറിയ പീസസ് ആക്കി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ 2 വഴുതനങ്ങയും കട്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞു. അടുത്തത് 2 സവാള അരിയാനുള്ളതും കൂടെ ക്യൂബ്സായിട്ട് തന്നെ, തീരെ പൊടിയായിട്ടൊന്നുമല്ല, ക്യൂബ്സായിട്ട് തന്നെ അരിഞ്ഞ് എടുത്തു. പിന്നെ 2 പച്ചമുളക് എടുത്ത് വെച്ചിരുന്നതും ചെറുതായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ 2 തക്കാളിയാണ് എടുത്ത് വെച്ചിരുന്നത്. അത് ഒരു 8ആയിട്ട് മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. അത് അരച്ച് റെഡിയാക്കി വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ച് ഒരു പാന് അടുപ്പിലേക്ക് വെച്ചു. പിന്നെ അതിനകത്തിലേക്ക് ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് വെജിറ്റബിൾ ഓയിൽ, റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിനകത്തിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. ഈ പെരിഞ്ജീരകവും ജീരകവും എല്ലാം പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. അതിനു മുമ്പ് നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ സവാളയും പച്ചമുളകും അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴന്ന്, ഒരുപാടങ്ങ് മൂക്കുമല്ല, എന്നാലും ഒന്ന് മൂത്ത് കിട്ടണം. പെട്ടെന്നൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് ട്രാൻസ്പെറൻ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തൊന്ന് ഇളക്കിയിട്ട് ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചു. വീണ്ടും അത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് വീണ്ടും ഇളക്കി കൊടുത്തു. ഒരു കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി എല്ലാ പൊസിഷനിലും മഞ്ഞൾപ്പൊടി എത്തത്തക്കവണ്ണം വീണ്ടും അത് അടച്ചു കൊടുത്തു. ഇനി ഇതൊന്ന് ഒരുവിധം ഒന്ന് ബ്രൗൺ നിറമായി കിട്ടണം. ഇപ്പോൾ അത് ഒരുവിധം ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചു. അതിന് പച്ചമണം മാറിക്കഴിഞ്ഞപ്പോൾ അതിനകത്തിലേക്ക് വഴുതനങ്ങ അരിഞ്ഞു വെച്ചിരുന്നത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വഴുതനങ്ങ ഒരുവിധം ഒന്ന് മൂത്ത് കിട്ടണം. എന്നിട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ അതിനകത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറിയ തീയിൽ കിടന്ന് വഴുതനങ്ങ ഒന്ന് മൂക്കണം. തീ കൂട്ടി വെക്കരുത്. ഒന്ന് മൂത്ത് കിട്ടണം. വഴുതനങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുപോലെ ഇച്ചിരി നേരം കിടക്കുമ്പോഴത്തേക്ക് അതൊന്ന് മൂത്തും വരും. ഒരുപാടങ്ങ് മൂക്കണ്ട, എന്നാലും പുറം ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് ഇടണം. ഇപ്പോൾ അത് ഒരുവിധം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിനകത്തിലേക്ക് നമുക്കിനിയും അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഒഴിച്ചു കൊടുക്കാം. മിക്സി കഴുകി ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് അടച്ചു വെച്ചു. ഇടയ്ക്കിടയ്ക്ക് അതൊന്ന്
ഇളക്കി കൊടുക്കണം. അതിന് വഴുതനയ്ക്കും മസാലയെല്ലാം പിടിച്ച് റെഡിയാവണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. വഴുതനങ്ങ നല്ലപോലെ വെന്ത് മസാല പിടിച്ച് റെഡിയായിട്ടുണ്ട്. ലാസ്റ്റായിട്ട് 1 ടീസ്പൂൺ കസ്തൂരി മെത്തി കയ്യിൽ തിരുമ്മി ഇട്ട് കൊടുത്തു. എൻ്റെ സ്വാദിഷ്ടമായ വഴുതനങ്ങ കറി റെഡിയായിട്ടുണ്ട്. ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കറിയാണിത്. ഇനി ഞാനൊരു സെർവിങ് ബൗളിലേക്ക് പകർന്ന് വെക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു സോ മച്ച്.